എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെയ്യുന്നത് എളുപ്പത്തിലുള്ളൊരു മുട്ടക്കറിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മുട്ടക്കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം മുട്ട ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ മുട്ടയുടെ പുറംഭാഗം വിട്ടുപോരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു കടായി ചൂടാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ 2 സവാള ചെറുതായി കനം കുറച്ച് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴണ്ട് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2-3 പച്ചമുളക് ഒന്ന് കീറി ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിയിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല. പൊടികൾ പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കുക. ചെറിയ തീയിൽ വെച്ച് വഴറ്റിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടിയുടെയും പച്ചമണം എല്ലാം നന്നായി മാറുമ്പോൾ അതിലേക്ക് 2ാം പാല് അല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. പച്ചവെള്ളം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ചൂടുവെള്ളം ഉള്ളവർ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് 1 തക്കാളി ചെറുതായി മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല കുറുകിയ ചാറായിരിക്കും ഉണ്ടാവുക തേങ്ങാപ്പാൽ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത്. ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ കറികളും ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് നേരം വെച്ചിട്ട് എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് ഈ ഒരു കറിയും. ഉണ്ടാക്കിയതിന് ശേഷം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് സെർവ് ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങാപ്പാലൊക്കെ ആയതുകൊണ്ട് നല്ല കുറുകിയ ഒരു കറിയായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.